ഇന്ന് നമുക്ക് കുറച്ചുകൂടി സെൻറ്റൻസസ് മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാം. ഈ വീഡിയോ മുഴുവൻ കാണുക. ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. എൻ്റെ കാലിന് പരിക്കുണ്ടായിരുന്നു, എന്നാലും എനിക്ക് വീട്ടിലേക്ക് നടക്കാൻ കഴിഞ്ഞു. നമുക്കിത് രണ്ട് രീതിയിൽ പറയാം. ഐ ഇഞ്ചേർഡ് മൈ ഫുട്ട് എന്ന് പറയാം. അതല്ലെങ്കിൽ പാസീവ് വോയിസിൽ നമുക്കിത് പറയാൻ സാധിക്കും. മൈ ഫുട്ട് അല്ലെങ്കിൽ മൈ ലെഗ് വാസ് ഇഞ്ചേർഡ്. എൻ്റെ കാലിന് പരിക്കുണ്ടായിരുന്നു എന്തെങ്കിലും കാരണം കൊണ്ട്. മൈ ലെഗ് വാസ് ഇഞ്ചേർഡ് അല്ലെങ്കിൽ മൈ ഫുട്ട് വാസ് ഇഞ്ചേർഡ്. എന്നാലും എനിക്ക് വീട്ടിലേക്ക് നടക്കാൻ കഴിഞ്ഞു. കാലിന് പരിക്കുള്ള ഒരാൾക്ക് വീട്ടിലേക്ക് നടക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അതായത് അല്പം ഒന്ന് വിഷമിച്ചാണ് വീട്ടിലേക്ക് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ പറയാം. അതായത് നമ്മൾ അല്പം വിഷമിച്ച് ഒരു കാര്യം ബുദ്ധിമുട്ടി ഒരു കാര്യം ചെയ്തു എന്ന് പറയുന്നതിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്ന രണ്ട് എക്സ്പ്രഷൻസ് ആണ് മാനേജ് ടു. കുഡ് അല്ല പൊതുവെ നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. കുഡ് പാസ്റ്റിൽ നമുക്കൊരു കാര്യം ചെയ്യാനുള്ള ജനറൽ എബിലിറ്റിയെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അതായത് നമ്മൾ ചെറുപ്പമായിരുന്ന സമയത്ത് നമുക്ക് 10 മൈൽ ഓടാൻ കഴിഞ്ഞിരുന്നു എന്ന് കരുതുക. അതിനെക്കുറിച്ച് പറയാൻ നമുക്ക് കുഡ് ഉപയോഗിക്കാം. അത് ജനറൽ ആയ ഒരു കാര്യമാണ്. ഒരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിൽ ഒരാൾക്ക് പതിവായി ചെയ്യാൻ കഴിഞ്ഞിരുന്ന ഒരു കാര്യമാണത്. അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാനാണ് കുഡ് ഉപയോഗിക്കുന്നത്. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഒക്കേഷനിൽ നമുക്കൊരു കാര്യം ചെയ്യാൻ സാധിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് കുഡ് അല്ല. അതിന് പകരം നമ്മൾ ഒന്നുകിൽ മാനേജ്ഡ് ടു എന്ന് പറയും, അല്ലെങ്കിൽ വാസ് ഏബിൾ ടു, അല്ലെങ്കിൽ വേർ ഏബിൾ ടു, അതാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കുഡ് അല്ല ഉപയോഗിക്കുക. അതിന് പകരം നമുക്ക് മാനേജ്ഡ് ടു ഉപയോഗിച്ചത് പറയാം. എൻ്റെ കാലിന് പരിക്കുണ്ടായിരുന്നു. മൈ ഫുട്ട് വാസ് ഇഞ്ചേർഡ്. എന്നാലും എനിക്ക് വീട്ടിലേക്ക് നടക്കാൻ കഴിഞ്ഞു. ബട്ട് ഐ മാനേജ് ടു വർക്ക് ഹോം. മൈ ഫുട്ട് വാസ് ഇഞ്ചേർഡ് ബട്ട് ഐ മാനേജ് ടു വർക്ക് ഹോം. എനിക്ക് വീട്ടിലേക്ക് നടക്കാൻ കഴിഞ്ഞു. ഇവിടെ നമുക്ക് മാനേജ് ടു എന്നതിന് പകരം ഐ വാസ് ഏബിൾ ടു എന്നും പറയാം. കുഡ് നമ്മൾ ജനറൽ ആയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ്. ജനറലായി പാസ്റ്റിൽ ചെയ്യാൻ കഴിഞ്ഞിരുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാനാണ് കുഡ് ഉപയോഗിക്കുന്നത്. ഒരു പർട്ടിക്കുലർ ഒക്കേഷനിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തു എന്ന് പറയുന്നതിന് വേണ്ടി നമ്മൾ അത് ഉപയോഗിക്കില്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഹോം എന്ന നൗണിന് മുന്നിൽ നമ്മൾ പ്രിപ്പോസിഷൻ ഒന്നും ഉപയോഗിക്കുന്നില്ല എന്നതാണ്. ഐ മാനേജ് ടു വോക്ക് ഹോം എന്നാണ് പറയുന്നത്, വോക്ക് ടു ഹോം എന്നല്ല. ഹോമിന് മുന്നിൽ നമ്മൾ ആകെ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ അറ്റാണ്. അത് വീട്ടിൽ എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. വീട്ടിലേക്ക് എന്ന അർത്ഥത്തിൽ നമ്മൾ ഒരു പ്രിപ്പോസിഷനും ഹോമിന് മുന്നിൽ യൂസ് ചെയ്യുന്നില്ല. നമുക്കിത് കമ്പൈൻ ചെയ്യണമെങ്കിൽ ബട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ദോ ഉപയോഗിക്കാം. കാരണം ഈ ഐഡിയാസ് പരസ്പര വിരുദ്ധമാണ് അല്ലേ. കാലിന് പരിക്കുണ്ടാകുമ്പോൾ വീട്ടിലേക്ക് നടക്കാൻ ഒരുപക്ഷെ സാധിക്കണമെന്നില്ല. ഇവിടെ സാധിച്ചു എന്നാണ് പറയുന്നത്. അതായത് കോൺട്രാസ്റ്റിംഗ് ആയ രണ്ട് ഐഡിയാസാണ് നമുക്കിവിടെയുള്ളത്. ഇതുപോലുള്ള രണ്ട് സെൻറ്റൻസസിനെ കണക്ട് ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന പല കൺജങ്ഷൻസ് ഉണ്ട്. അതിലൊന്നാണ് ബട്ട്. അതുപോലെ തന്നെ നമുക്ക് ദോ, ഓൾ ദോ, ഈവൻ ദോ, ഇത് മൂന്നും ഉപയോഗിക്കാൻ സാധിക്കും. മൂന്നിൻ്റെയും അർത്ഥം ഒന്ന് തന്നെയാണ്. ഈവൻ ദോ കുറച്ചുകൂടി സ്ട്രോങ് ആണ്. ബട്ട് ഉപയോഗിച്ചാണ് പറയുന്നതെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം. മൈ ഫുട്ട് വാസ് ഇഞ്ചേർഡ് ബട്ട് ഐ മാനേജ് ടു വർക്ക് ഹോം. ദോ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ബട്ട് ഉപയോഗിക്കുന്ന സ്ഥാനത്തല്ല ദോ ഉപയോഗിക്കുന്നത്. അത് ശ്രദ്ധിക്കണം. ദോ മൈ ഫുട്ട് വാസ് ഇഞ്ചേർഡ്, എൻ്റെ കാലിന് പരിക്കുണ്ടായിരുന്നെങ്കിലും അല്ലെങ്കിൽ എൻ്റെ കാലിന് പരിക്കുണ്ടായിരുന്നിട്ടും ഐ മാനേജ് ടു വർക്ക് ഹോം. ദോ മൈ ഫുട്ട് വാസ് ഇഞ്ചേർഡ് ഐ മാനേജ് ടു വർക്ക് ഹോം. ദോയും ബട്ടും കൂടി ഒരു സെന്റൻസിൽ ഉപയോഗിക്കരുത്. ഒരേ അർത്ഥം വരുന്ന രണ്ട് കൺജങ്ഷൻസ് ആണിത്. ഇതിലേതെങ്കിലും ഒന്ന് മാത്രം ഉപയോഗിക്കാം. ദോയ്ക്ക് പകരം നമുക്ക് ഓൾ ദോ ഉപയോഗിക്കാം. അത് കുറച്ചുകൂടി ഫോർമലാണ്. ഈവൻ ദോ കുറച്ചുകൂടി എംഫാറ്റിക് ആണ്. മഴ കാരണം ഞങ്ങൾ പുറത്തു പോയില്ല. ഞങ്ങൾ പുറത്തു പോകണം എന്ന് ഉദ്ദേശിച്ചിരുന്ന സമയത്ത് മഴ പെയ്യുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ പുറത്തു പോയില്ല. ഞങ്ങൾ പുറത്തു പോയില്ല എന്ന് പറയുമ്പോൾ വി ഡിഡിൻ ഗോ ഔട്ട്. പുറത്തു പോയി എന്നാണെങ്കിൽ വി വെന്റ് ഔട്ട്. അതിൻ്റെ നെഗറ്റീവാണ് ഡിഡിൻ ഗോ ഔട്ട്. വി വെന്റ് ഔട്ട് എന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ നമ്മൾ ക്വസ്റ്റ്യനും നെഗറ്റീവും ഉണ്ടാക്കുന്ന ഡിഡ് എന്ന ഓക്സിലറി ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിലെ നെഗറ്റീവ് ഡിഡിൻറ്റ് ഉപയോഗിച്ചാണ് നമ്മൾ നിർമ്മിക്കുക. വി ഡിഡിൻ ഗോ ഔട്ട്. കാരണം മഴയായിരുന്നു. അപ്പോൾ മഴ കാരണം എന്ന് പറയാൻ നമുക്ക് ബിക്കോസ് ഓഫ് ദ റെയിൻ എന്ന് പറയാം. വി ഡിഡിൻ ഗോ ഔട്ട് ബിക്കോസ് ഓഫ് ദ റെയിൻ. ഇവിടെ ബിക്കോസിന് ശേഷം ഓഫ് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് ശ്രദ്ധിക്കുക. ബിക്കോസ് ഓഫ് ഒരു പ്രിപ്പോസിഷനാണ്. ബിക്കോസ് മാത്രമാകുമ്പോൾ അത് കൺജങ്ഷനാണ്. അതിനുശേഷം ഓഫ് കൂടി വന്നു കഴിയുമ്പോൾ അത് പ്രിപ്പോസിഷനാണ്. ബിക്കോസ് ഓഫിന് ശേഷം പിന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നത് നൗൺസ് ആണ്. പൊതുവെ പ്രിപ്പോസിഷന് ശേഷം നമ്മൾ ഉപയോഗിക്കുക നൗൺസ്, പ്രൊനൗൺസ് അല്ലെങ്കിൽ ING ഫോംസ് ആയിരിക്കും. മറ്റു തരത്തിലുള്ള വാക്കുകളൊന്നും തന്നെ നമുക്ക് പ്രിപ്പോസിഷൻസിന് ശേഷം ഉപയോഗിക്കാൻ സാധിക്കില്ല. വി ഡിഡിൻ ഗോ ബിക്കോസ് ഓഫ് ദ റെയിൻ. ഇത് തന്നെ നമുക്ക് ബിക്കോസ് ഓഫ് എന്ന പ്രിപ്പോസിഷന് പകരം ബിക്കോസ് എന്ന കൺജങ്ഷൻ ഉപയോഗിച്ചും പറയാം.
ഒരു കൺജങ്ഷന് ശേഷം നമുക്കൊരു ക്ലോസ് നിർബന്ധമായി ഉണ്ടായിരിക്കണം. അതായത് ഒരു കൺജങ്ഷന് ശേഷം നമുക്കൊരു സബ്ജക്റ്റ് വേണം, പിന്നെ ഒരു വെർബ് വേണം, പിന്നെ അതിൻ്റെ മീനിങ് കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യമായ മറ്റു വാക്കുകളും അവിടെ ഉണ്ടായിരിക്കണം. ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെയും പറയാം, വി ഡിഡിൻ ഗോ ബിക്കോസ് ഇറ്റ് വാസ് റെയിനിങ്. നമ്മൾ പോവാൻ ഉദ്ദേശിച്ച സമയത്ത് മഴ പെയ്യുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് നമ്മളവിടെ വാസ് റെയിനിങ് എന്ന പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഇറ്റ് റെയിൻഡ് എന്നല്ല പറയുന്നത്. വി ഡിഡിൻ ഗോ ഔട്ട് ബിക്കോസ് ഇറ്റ് വാസ് റെയിനിങ്. ബിക്കോസ് കൺജങ്ഷൻ ആണ്, അതിനുശേഷം നമുക്ക് ക്ലോസ് ആണ് വേണ്ടത്. ബിക്കോസ് ഓഫ് പ്രിപ്പോസിഷൻ ആണ്, അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് നൗൺ ആണ്. ക്ഷീണം തോന്നിയത് കൊണ്ട് ഞാൻ നേരത്തെ കിടന്നു. ഇവിടെ നമ്മൾ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, ക്ഷീണം തോന്നി. ഇത് നമുക്ക് രണ്ട് രീതിയിൽ പറയാം. ഐ ഫെൽറ്റ് ടയേർഡ് എന്ന് പറയാം, അല്ലെങ്കിൽ ഐ വാസ് ഫീലിംഗ് ടയേർഡ് എന്ന് പറയാം. ഫീൽ എന്ന വെർബ് നമുക്ക് സിമ്പിൾ പാസ്റ്റ് ടെൻസിലും അല്ലെങ്കിൽ സിമ്പിൾ പ്രസന്റ് ടെൻസിലും കണ്ടിന്യൂസ് ടെൻസിലും ഒരേ അർത്ഥത്തിൽ ഉപയോഗിക്കാം, വ്യത്യാസമൊന്നും വരുന്നില്ല. ഐ ഫെൽറ്റ് ടയേർഡ് എന്ന് പറഞ്ഞാലും ഐ വാസ് ഫീലിംഗ് ടയേർഡ് എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥം തന്നെയാണ്. ഞാൻ നേരത്തെ കിടന്നു. നമ്മൾ കിടക്കാൻ പോവുക അല്ലെങ്കിൽ ഉറങ്ങാൻ പോവുക എന്ന് പറയാൻ നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന എക്സ്പ്രഷൻ ഗോ ടു ബെഡ് ആണ്. അപ്പം നേരത്തെ കിടന്നു എന്ന് പറയുമ്പോൾ ഐ വെന്റ് ടു ബെഡ് ഏർലി. ഐ വാസ് ഫീലിംഗ് ടയേർഡ്, ഐ വെന്റ് ടു ബെഡ് ഏർലി. ഞാൻ നേരത്തെ കിടന്നു. ഇവിടെ നമുക്ക് ഒരു കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പാണ് രണ്ട് സെന്റൻസസിനിടയിലുള്ളത്. ക്ഷീണം തോന്നിയത് കൊണ്ടാണ് നേരത്തെ കിടക്കാൻ പോയത്. ഇതുപോലുള്ള ക്ലോസസിനെ കമ്പൈൻ ചെയ്യാനായി നമുക്ക് ഉപയോഗിക്കാവുന്ന 4 കൺജങ്ഷൻസ് ഉണ്ട്. ആസ്, സിൻസ്, ബിക്കോസ്. ഇത് മൂന്നും കാരണമാണ് കാണിക്കുന്നത്, എന്തുകൊണ്ട് അതാണ് പറയുന്നത്. സോ നമ്മൾ ഉപയോഗിക്കുന്നത് അതിൻ്റെ ആ റിസൾട്ട്, ഇഫക്റ്റ്, അതിനെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട്, അതാണ് സോ എന്ന വാക്കിനർത്ഥം. നമുക്ക് ഈ 4 കൺജങ്ഷൻസിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ രണ്ട് ക്ലോസുകളെ കമ്പൈൻ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കാവൂ. പലരും ആസും സോയും ഒരുമിച്ച് ഉപയോഗിക്കാറുണ്ട് ഒരേ സെന്റൻസിൽ. അങ്ങനെ ചെയ്യരുത്. ആസ്, സിൻസ്, ബിക്കോസ്, സോ, ഇതിൽ ഏതെങ്കിലും ഒരു കൺജങ്ഷൻ മാത്രം രണ്ട് ക്ലോസുകളെ കമ്പൈൻ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുക. ആസിന് പകരം നമുക്ക് സിൻസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ബിക്കോസ് ഉപയോഗിക്കാം. ഈ 3 കൺജങ്ഷൻസും ഉപയോഗിക്കുന്ന സ്ഥാനത്തല്ല നമ്മൾ സോ ഉപയോഗിക്കുന്നത്, അതുകൂടി ശ്രദ്ധിക്കണം. ക്ഷീണം തോന്നിയതുകൊണ്ട് ഞാൻ നേരത്തെ കിടന്നു അല്ലെങ്കിൽ കിടക്കാൻ പോയി. നമുക്കിത് ആസ് ഉപയോഗിച്ച് കമ്പൈൻ ചെയ്ത് നോക്കാം. ആസ് ഐ വാസ് ഫീലിംഗ് ടയേർഡ്, ഐ വെന്റ് ടു ബെഡ് ഏർലി. ആസ് ഐ വാസ് ഫീലിംഗ് ടയേർഡ്, ഐ വെന്റ് ടു ബെഡ് ഏർലി. അല്ലെങ്കിൽ ഐ വെന്റ് ടു ബെഡ് ഏർലി ബിക്കോസ് ഐ വാസ് ഫീലിംഗ് ടയേർഡ്. പൊതുവേ നമ്മൾ ബിക്കോസ് ഉപയോഗിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ക്ലോസുകളെ സെൻറ്റൻസിൻ്റെ അവസാനമാണ് വയ്ക്കുക. അതായത് മെയിൻ ക്ലോസിന് ശേഷമാണ് പൊതുവെ അത് വരാറ്. അത് ആദ്യം വരുന്നതുകൊണ്ട് കുഴപ്പമുണ്ടായിട്ടല്ല, പക്ഷെ നോർമലി അതാണ് അതിൻ്റെ പൊസിഷൻ. ഐ വെന്റ് ടു ബെഡ് ഏർലി ബിക്കോസ് ഐ വാസ് ഫീലിംഗ് ടയേർഡ്. ഇത് തന്നെ നമുക്ക് സിൻസ് ഉപയോഗിച്ച് വേണമെങ്കിൽ പറയാം. സിൻസ് ഐ വാസ് ഫീലിംഗ് ടയേർഡ്, ഐ വെന്റ് ടു ബെഡ് ഏർലി. ആസ് ഉപയോഗിച്ച് തുടങ്ങുന്ന ക്ലോസുകൾ, അതേപോലെ സിൻസ് ഉപയോഗിച്ച് തുടങ്ങുന്ന ക്ലോസുകൾ പൊതുവേ സെൻറ്റൻസിൻ്റെ ആദ്യം വരും. ബിക്കോസ് ഉപയോഗിച്ച് തുടങ്ങുന്ന ക്ലോസ് പൊതുവെ മെയിൻ ക്ലോസിന് ശേഷമാണ് വരാറ്. ഇനിയിപ്പോൾ ബിക്കോസ് ഉപയോഗിച്ചൊരു സെൻറ്റൻസ് നിങ്ങൾ തുടങ്ങി എന്ന് കരുതി അതൊരു വലിയ തെറ്റൊന്നുമല്ല, പൊതുവെ അങ്ങനെയാണെന്ന് പറഞ്ഞു എന്ന് മാത്രം. ഇത് തന്നെ നമ്മൾ സോ ഉപയോഗിച്ചാണ് പറയുന്നതെങ്കിലോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം. ഐ വാസ് ഫീലിംഗ് ടയേർഡ്, സോ ഐ വെന്റ് ടു ബെഡ് ഏർലി. അതുകൊണ്ട് ഞാൻ നേരത്തെ കിടന്നു. ഈ രണ്ട് ക്ലോസുകളെ നമുക്കൊരു ING ഫോം ഉപയോഗിച്ചും കണക്ട് ചെയ്യാൻ സാധിക്കും. ഇവിടെ രണ്ട് ക്ലോസിൻ്റെയും സബ്ജക്റ്റ് ഒരാൾ തന്നെയാണ്. ഐ ഫെൽറ്റ് ടയേർഡ്, ഐ വെന്റ് ടു ബെഡ് ഏർലി. ഇങ്ങനെ രണ്ട് ക്ലോസിനും സബ്ജക്റ്റ് ഒരേ വ്യക്തി ആവുന്ന സമയത്താണ് നമുക്കിങ്ങനെ ING ഫോം ഉപയോഗിച്ച് രണ്ട് ക്ലോസുകളെ കമ്പൈൻ ചെയ്യാൻ സാധിക്കുക. ഇവിടെ നമുക്ക് ആ ഫെൽറ്റ് അല്ലെങ്കിൽ വാസ് ഫീലിംഗ് എന്ന ആ വെർബിന് പകരം നമുക്ക് ഫീലിംഗ് എന്ന ING ഫോം ഉപയോഗിക്കാം. ഫീലിംഗ് ടയേർഡ്, ഐ വെന്റ് ടു ബെഡ് ഏർലി. ഇതിനർത്ഥം ക്ഷീണം തോന്നിയതിനാൽ ഞാൻ നേരത്തെ കിടന്നു എന്നാണ്. നമ്മളിവിടെ ഫെൽറ്റ് എന്ന വെർബിൻ്റെ ING ഫോം ഉപയോഗിച്ചു. ആ സബ്ജക്റ്റായി ഐ പിന്നെ നമ്മളവിടെ ഉപയോഗിക്കുന്നില്ല. രണ്ടാമത്തെ ക്ലോസ് അതേപോലെ നമ്മൾ ഉപയോഗിക്കുന്നുമുണ്ട്. അവർക്ക് വിശപ്പ് ഉണ്ടാവുമെന്ന് കരുതി ഞാൻ അവർക്ക് ഭക്ഷണം നൽകി. ഞാൻ അവർക്ക് ഭക്ഷണം നൽകി. ഐ ഗേവ് ദം ഫുഡ്, അല്ലെങ്കിൽ ഐ ഗേവ് ദം സംതിങ് ടു ഈറ്റ്. ഗേവിന് പകരം നമുക്ക് ഓഫേർഡ് എന്നും പറയാം. ഐ ഓഫേർഡ് ദം സംതിങ് ടു ഈറ്റ്. സംതിങ് ടു ഈറ്റ് എന്ന് പറയുമ്പോൾ കഴിക്കാൻ എന്തെങ്കിലും, ഫുഡ് എന്നതിന് പകരമായി ഉപയോഗിക്കുന്ന എക്സ്പ്രഷനാണ്. ഐ ഓഫേർഡ് ദം സംതിങ് ടു ഈറ്റ്. അതിന് കാരണമുണ്ട്. അവർക്ക് വിശപ്പുണ്ടാവും എന്ന് ഞാൻ കരുതി. ഞാൻ കരുതി, ഐ തോട്ട്. എന്താ ഞാൻ കരുതിയത്? അവർക്ക് വിശപ്പുണ്ടാവും എന്നല്ലേ. അപ്പോൾ അത് നമ്മളെങ്ങനെ പറയും? അവർക്ക് ഒരു പക്ഷേ വിശപ്പുണ്ടായിരിക്കാം. അത് നമുക്ക് മൈറ്റ് ഉപയോഗിച്ച് പറയാം. ദേ മൈറ്റ് ബി ഹംഗ്രി.
അവർക്ക് വിശപ്പുണ്ടായിരിക്കാം എന്ന് ഞാൻ കരുതി. ഐ തോട്ട് ദാറ്റ് ദേ മൈറ്റ് ബി ഹംഗ്രി. എന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന കൺജങ്ഷനാണ് ദാറ്റ്. ഇതും നമുക്ക് ആസ്, സിൻസ്, ബിക്കോസ്, സോ എല്ലാം ഉപയോഗിച്ച് കമ്പൈൻ ചെയ്യാം. ING ഫോം ഉപയോഗിച്ചാണ് കമ്പൈൻ ചെയ്യുന്നതെങ്കിലോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ തോട്ട് എന്ന വെർബിൻ്റെ ING ഫോമായ തിങ്കിങ് ആണ് ഉപയോഗിക്കുക. രണ്ട് ക്ലോസിൻ്റെയും സബ്ജക്റ്റ് ഇവിടെയും ഒരേ ആൾ തന്നെയാണ്, ഞാനാണ് സബ്ജക്റ്റ്. തിങ്കിങ് ദാറ്റ് ദേ മൈറ്റ് ബി ഹംഗ്രി ഐ ഓഫേർഡ് ദം ഫുഡ്. തിങ്കിങ് ദാറ്റ് ദേ മൈറ്റ് ബി ഹംഗ്രി ഐ ഓഫേർഡ് ദം ഫുഡ്. തോട്ട് ദാറ്റ് അല്ല, തിങ്കിങ് ദാറ്റ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആസ് ഐ തോട്ട് ദാറ്റ് ദേ മൈറ്റ് ബി ഹംഗ്രി ഐ ഓഫേർഡ് ദം ഫുഡ് എന്ന് പറയാം. അല്ലെങ്കിൽ ഐ ഓഫേർഡ് ദം ഫുഡ് ബിക്കോസ് ഐ തോട്ട് ദാറ്റ് ദേ മൈറ്റ് ബി ഹംഗ്രി. ഇത് സോ ഉപയോഗിച്ചാണ് പറയുന്നതെങ്കിൽ നമുക്ക് കിട്ടുക ഐ തോട്ട് ദാറ്റ് ദേ മൈറ്റ് ബി ഹംഗ്രി സോ ഐ ഓഫേർഡ് ദം ഫുഡ് എന്നാണ്. നമുക്ക് ING ഫോം ഉപയോഗിച്ചും കമ്പൈൻ ചെയ്യാം. അത് രണ്ട് ക്ലോസിനും സബ്ജക്റ്റ് ഒരേ ആളാവുമ്പോൾ മാത്രമേ നമുക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ പൊതുവെ അത് ചെയ്യുന്നത് അതിൻ്റെ ആ കാരണം പറയുന്ന ആ സെൻറ്റൻസ് ഉണ്ടല്ലോ, ആ സെൻറ്റൻസിലെ വെർബിൻ്റെ ING ഫോം ഉപയോഗിച്ചാണ് നമ്മൾ ഇങ്ങനെയുള്ള സെൻറ്റൻസസിനെ കണക്ട് ചെയ്യുന്നത്. ഇവിടെ കാരണം പറയുന്ന സെൻറ്റൻസ് അവർക്ക് വിശപ്പുണ്ടായിരിക്കാം എന്ന് ഞാൻ കരുതി എന്നതാണ്. അതുകൊണ്ടാണ് ഭക്ഷണം ഓഫർ ചെയ്യുന്നത്. അതിലെ വെർബായ തോട്ടിൻ്റെ ING ഫോം ആണ് നമ്മൾ കരുതുന്നത്. അവർക്ക് വിശപ്പുണ്ടായിരിക്കാം എന്ന് കരുതിയത് കൊണ്ട് തിങ്കിങ് ദാറ്റ് ദേ മൈറ്റ് ബി ഹംഗ്രി ഐ ഓഫേർഡ് ദം ഫുഡ്. പോക്കറ്റിൽ നിന്നും ഒരു കീ എടുത്ത് അയാൾ വാതിൽ തുറന്നു. രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, അയാൾ പോക്കറ്റിൽ നിന്നൊരു കീ എടുത്തു. ഹീ ടുക്ക് എ കീ ഔട്ട് ഓഫ് ഹിസ് പോക്കറ്റ്. ഹീ ടുക്ക് എ കീ ഔട്ട് ഓഫ് ഹിസ് പോക്കറ്റ് അല്ലെങ്കിൽ ഫ്രം ഹിസ് പോക്കറ്റ്. പോക്കറ്റിൽ നിന്ന് അയാൾ വാതിൽ തുറന്നു. ഹീ ഓപ്പൺ ദ ഡോർ. ഇവിടെ അയാൾ പോക്കറ്റിൽ നിന്ന് കീ എടുത്ത് ഉടനെ തന്നെയാണ് വാതിൽ തുറക്കുന്നത്. കീ എടുത്ത് കുറേ സമയം അയാൾ കാത്തു നിന്നിട്ടുണ്ടാവാൻ വഴിയില്ല. ഏകദേശം ഒരേ സമയം നടക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. കീ എടുത്ത ഉടനെ തന്നെ അയാൾ വാതിൽ തുറന്നിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ ഒരേ സമയം നടക്കുന്ന അല്ലെങ്കിൽ ഒരു കാര്യം നടന്നതിന് ശേഷം അധികം വൈകാതെ നടക്കുന്ന മറ്റു കാര്യങ്ങളെക്കുറിച്ചെല്ലാം പറയുന്നതിന് വേണ്ടിയും നമുക്ക് ING ഫോംസ് യൂസ് ചെയ്യാം. ഇവിടെ ഏകദേശം ഒരേ സമയമാണ് ഈ രണ്ട് കാര്യങ്ങൾ നടന്നത് എന്നുകൊണ്ട് തന്നെ നമുക്ക് സിമ്പിളായി ING ഫോം മാത്രം ഉപയോഗിച്ചാൽ മതി. അപ്പോൾ നമുക്കത് ഇങ്ങനെ പറയാം. ടേക്കിംഗ് എ കീ ഔട്ട് ഓഫ് ഹിസ് പോക്കറ്റ് ഹീ ഓപ്പൺ ദ ഡോർ. ടേക്കിംഗ് എ കീ ഔട്ട് ഓഫ് ഹിസ് പോക്കറ്റ്. ടേക്കിംഗ് എ കീ ഔട്ട് ഓഫ് ഹിസ് പോക്കറ്റ് എന്ന് പറയുമ്പോൾ പോക്കറ്റിൽ നിന്നൊരു കീ എടുത്തുകൊണ്ട്. നമ്മൾ ആദ്യത്തെ സെൻറ്റൻസിൽ ടുക്ക് എന്ന വെർബിൻ്റെ ING ഫോമായ ടേക്കിംഗ് ഉപയോഗിച്ചു. സബ്ജക്റ്റ് നമ്മൾ വീണ്ടും പറയുന്നില്ല. ഇവിടെയും രണ്ട് ക്ലോസിൻ്റെയും സബ്ജക്റ്റ് ഒരേ ആൾ തന്നെയാണ്, അവനാണ് സബ്ജക്റ്റ് ഹീ. ടേക്കിംഗ് എ കീ ഔട്ട് ഓഫ് ഹിസ് പോക്കറ്റ് ഹീ ഓപ്പൺ ദ ഡോർ. രണ്ടാമത്തെ സെൻറ്റൻസ് നമ്മൾ അതേപോലെ എഴുതുന്നുണ്ട്, ഒരു ചേഞ്ചും അതിൽ വരുത്തുന്നില്ല. ഇത് നമുക്ക് ആൻഡ് ഉപയോഗിച്ച് പറയാം. ഹി ടുക്ക് എ കീ ഔട്ട് ഓഫ് ഹിസ് പോക്കറ്റ് ആൻഡ് ഓപ്പൺ ദ ഡോർ എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കമ്പൈൻ ചെയ്യാൻ പറ്റും. ING ഫോം ഉപയോഗിച്ച് കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്കിതിങ്ങനെ കിട്ടും. ടേക്കിംഗ് എ കീ ഔട്ട് ഓഫ് ഹിസ് പോക്കറ്റ് ഹീ ഓപ്പൺ ദ ഡോർ. ഇവിടെ ഒരു കാര്യകാരണ റിലേഷൻഷിപ്പ് അല്ല ഉള്ളത്, മറിച്ച് ഒരു കാര്യം സംഭവിച്ച ഉടനെ അല്ലെങ്കിൽ ഏകദേശം ഒരേ സമയത്ത് ഒരു വ്യക്തി രണ്ട് കാര്യങ്ങൾ ചെയ്തു, അങ്ങനെയുള്ള ഒരു കാര്യത്തിനെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. ഇതുപോലുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയും ഇതുപോലുള്ള രണ്ട് ക്ലോസുകളെ കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയും നമുക്ക് ING ഫോം യൂസ് ചെയ്യാം. ആർക്കെങ്കിലും നേരത്തെ പോകണമെങ്കിൽ പോവാം. ആർക്കെങ്കിലും എന്ന് പറയാൻ നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന എക്സ്പ്രഷനാണ് എനിബഡി. സംബഡി എന്ന വാക്കും നമ്മൾ ഈ അർത്ഥത്തിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അത് പൊതുവേ നമ്മൾ ഉപയോഗിക്കുന്നത് അഫർമേറ്റീവ് സെൻറ്റൻസസിലാണ്. എനിബഡി, എനിവൺ രണ്ടും തമ്മിൽ അർത്ഥത്തിൽ വ്യത്യാസമൊന്നുമില്ല. അത് നമ്മൾ ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യൻസിലും നെഗറ്റീവ് സെൻറ്റൻസസിലുമാണ്. ഇവിടെ നമുക്ക് ഇത് അഫർമേറ്റീവ് സെൻറ്റൻസ് തന്നെയാണ്, പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന സംബഡി അല്ല, എനിബഡിയാണ്. ആർക്കെങ്കിലും നേരത്തെ പോകണമെങ്കിൽ പോവാം. പോവണമെങ്കിൽ ഇഫ് എനിബഡി വാണ്ട്സ് ടു ഗോ ഏർലി. ഇഫ് എനിബഡി വാണ്ട്സ് ടു ലീവ് ഏർലി ദേ ക്യാൻ ലീവ് അല്ലെങ്കിൽ ദേ ക്യാൻ ഗോ. ആ രണ്ടാമത്തെ ലീവ് അല്ലെങ്കിൽ ഗോ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ദേ ക്യാൻ എന്ന് പറഞ്ഞാൽ മതി. നമ്മൾ പൊതുവെ റിപ്പീറ്റ് ചെയ്യുന്ന വേർബ്സിനെ ഒമിറ്റ് ചെയ്യാണ് ചെയ്യാം. ഇഫ് എനിബഡി വാണ്ട്സ് ടു ലീവ് ഏർലി ദേ ക്യാൻ, അവർക്ക് പോവാം. ആരോ അവരുടെ കൂടെ ക്ലാസ്സിൽ മറന്നു വെച്ചിട്ടുണ്ട്. നമുക്കൊരു സാധനം മറന്നു വെച്ചു അല്ലെങ്കിൽ അത് എവിടെയെങ്കിലും വെച്ചു, ഇതെല്ലാം പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് വേർബ്സ് ഉണ്ട് ഇംഗ്ലീഷിൽ. ഒന്ന് ഫൊർഗോട്ട്, മറന്നു. മറ്റൊന്ന് ലെഫ്റ്റ്. ഇവിടെ എവിടെയാണ് വെച്ചത് എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുക ലെഫ്റ്റ് ആണ്. ലീവ് എന്ന വെർബിൻ്റെ V2 ആണ് ലെഫ്റ്റ്. സ്ഥലം പറയുന്ന സമയത്ത് ലെഫ്റ്റ് വേണം ഉപയോഗിക്കാൻ. ആരോ അവരുടെ കൂടെ ക്ലാസ്സിൽ മറന്നു വെച്ചിട്ടുണ്ട്. ഇവിടെ സ്ഥലം പറയുന്നുണ്ട്, ക്ലാസ്സിലാണ് മറന്നു വെച്ചിട്ടുള്ളത്.
മറന്നു വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്, മറന്നു വെച്ചു എന്നല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ടെൻസ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. ചെയ്തിട്ടുണ്ട്, ചെയ്തിരിക്കുന്നു, ഇതെല്ലാം പറയാനായി നമ്മൾ പൊതുവെ പ്രസന്റ് പെർഫെക്റ്റ് ആണ് ഉപയോഗിക്കുക. ചെയ്തു എന്ന് പറയുമ്പോഴാണ് സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കുന്നത്. ആരോ, സംബടി. അവരുടെ കുട ക്ലാസ്സിൽ മറന്നു വെച്ചിട്ടുണ്ട്. സംബടി ഹാസ് ലെഫ്റ്റ് their umbrella in the classroom. Somebody has left their umbrella in the classroom. Somebody has forgotten അല്ല. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന വെർബ് ലെഫ്റ്റ് ആണ്, forgot അല്ല. സ്ഥലം പറയാതെ മറന്നു വെച്ചിട്ടുണ്ട് എന്ന് മാത്രം പറയുമ്പോഴാണ് forgot ഉപയോഗിക്കുന്നത്. സ്ഥലം പറയുന്ന സമയത്ത് ലെഫ്റ്റ് വേണം ഉപയോഗിക്കാൻ. Somebody has left their umbrella in the classroom. അവൻ ബൈക്കിൽ കയറി ഓടിച്ചു പോകുന്നത് ഞാൻ കണ്ടു. നമ്മളിവിടെ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. 1, അവൻ ബൈക്കിൽ കയറി. 2, അവൻ ഓടിച്ചു പോയി, ഞാനിത് കാണുകയും ചെയ്തു. ഞാൻ കണ്ടു, ഐ സോ. അവൻ ബൈക്കിൽ കയറി എന്നിങ്ങനെ പറയും. ബൈക്കിൽ കയറുന്നതിന് അല്ലെങ്കിൽ ബസ്സിൽ കയറുന്നതിനെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന എക്സ്പ്രഷനാണ് ഗെറ്റ് ഓൺ. അപ്പോൾ അവൻ ബൈക്കിൽ കയറി എന്ന് പറയുമ്പോൾ ഹീ ഗോട്ട് ഓൺ ഹിസ് ബൈക്ക്. ഓടിച്ചു പോയി എന്ന് പറയുമ്പോൾ ഹീ റോഡ് അവേ. അവൻ ബൈക്കിൽ കയറി ഓടിച്ചു പോകുന്നത് ഞാൻ കണ്ടു എന്ന് പറയണമെന്ന് കരുതാം. അതിന് നമ്മളൊരു സ്പെഷ്യൽ സ്ട്രക്ചറാണ് ഉപയോഗിക്കുന്നത്. സീ, ഹിയർ, ഫീൽ, ടച്ച്, സ്മെൽ, ടേസ്റ്റ്, ലുക്ക്, വാച്ച്. നമ്മുടെ സെൻസസ് ഉപയോഗിച്ച് കണ്ണ്, ചെവി, മൂക്ക്, സ്കിൻ ഇതെല്ലാം ഉപയോഗിച്ച് നമ്മൾ ചെയ്യാവുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന വേർബ്സിന് ശേഷം, അതാണ് ഞാൻ പറഞ്ഞത്, സീ, ഹിയർ, വാച്ച്, സ്മെൽ, ടേസ്റ്റ് അതുപോലുള്ള വേർബ്സിന് ശേഷം നമുക്കൊരു നൗൺ അല്ലെങ്കിൽ ഒരു പ്രൊനൗൺ ഉപയോഗിക്കാം. പിന്നെ അതിനുശേഷം നമുക്ക് ഒരു ING ഫോം അല്ലെങ്കിൽ ഒരു ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് ഉപയോഗിക്കാം. ഇൻഫിനിറ്റീവ് എന്ന് പറയുമ്പോൾ ടു റൈറ്റ്, ടു സിങ്, ടു ബ്രേക്ക് അതുപോലുള്ള എക്സ്പ്രഷൻസ് ആണ്. അതിലെ ആ ടു എടുത്ത് മാറ്റിയാൽ നമുക്ക് ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് കിട്ടും. ഇത് രണ്ടും നമുക്ക് ഈ വേർബ്സിന് ശേഷം സീ, ഹിയർ പോലുള്ള വേർബ്സിന് ശേഷം ഉപയോഗിക്കാം. ഇത് നമുക്ക് ഇങ്ങനെ പറയാം. അവൻ ബൈക്കിൽ കയറി ഓടിച്ചു പോകുന്നത് ഞാൻ കണ്ടു. ഐ സോ ഹിം ഗെറ്റിംഗ് ഓൺ ഹിസ് ബൈക്ക് ആൻഡ് റൈഡിങ് അവേ. ഐ സോ ഹിം ഗെറ്റിംഗ് ഓൺ ഹിസ് ബൈക്ക് ആൻഡ് റൈഡിങ് അവേ. ഇവിടെ സോ എന്ന വെർബിന് ശേഷം നമ്മൾ ആരാണോ ആ പ്രവൃത്തി ചെയ്യുന്നത് അവരെ സൂചിപ്പിക്കുന്ന ഒരു നൗൺ അല്ലെങ്കിൽ പ്രൊനൗൺ ഉപയോഗിക്കും. ഇവിടെ നമ്മൾ ഹിം എന്ന പ്രൊനൗൺ ആണ് ഉപയോഗിച്ചത്. പിന്നെ ING ഫോം ആണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഐ സോ ഹിം ഗെറ്റിംഗ് ഓൺ ഹിസ് ബൈക്ക് ആൻഡ് റൈഡിങ് അവേ. 2 ING ഫോം ഉപയോഗിച്ചിട്ടുണ്ട്, ഗെറ്റിംഗ്, റൈഡിങ്. നമ്മൾ ആ പ്രവൃത്തി പൂർണ്ണമായും കണ്ടിട്ടില്ല എന്ന് സൂചിപ്പിക്കാനാണ് നമ്മൾ ഈ ING ഫോം ഇവിടെ യൂസ് ചെയ്യുന്നത്. ആ പ്രവൃത്തി നമ്മൾ പൂർണ്ണമായും കണ്ടു എന്ന് പറയണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുക ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് ആണ്. ഇവിടെ ശ്രദ്ധിക്കണം, സീ, ഹിയർ അതുപോലുള്ള വേർബ്സിന് ശേഷമാണ് നമ്മൾ ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് ഉപയോഗിക്കുന്നത്. മറ്റു പല വേർബ്സിന് ശേഷവും, പൊതുവെ ഇംഗ്ലീഷിലെ ഭൂരിഭാഗം വേർബ്സിന് ശേഷവും നമ്മൾ ഉപയോഗിക്കുക ടു ഉള്ള ഇൻഫിനിറ്റീവ് ആണ്. റയർലി ചില വാക്കുകൾക്ക് ശേഷം മാത്രമാണ് നമ്മൾ ഇൻഫിനിറ്റീവ് ടു ഇല്ലാതെ ഉപയോഗിക്കുന്നത്. സീ, ഹിയർ, ടേസ്റ്റ്, സ്മെൽ അതെല്ലാം ആ കൂട്ടത്തിൽ വരുന്ന വേർബ്സ് ആണ്. ഐ സോ ഹിം ഗെറ്റ് ഓൺ ഹിസ് ബൈക്ക് ആൻഡ് റൈഡ് അവേ. നമുക്കത് അങ്ങനെയും പറയാം. ഐ സോ ഹിം ഗെറ്റ് ഓൺ ഹിസ് ബൈക്ക് ആൻഡ് റൈഡ് അവേ. ഇവിടുത്തെ മെയിൻ വെർബ് സോ അത് പാസ്റ്റ് ടെൻസിലാണ്. പിന്നെ അതിനുശേഷം എന്തുകൊണ്ട് ഗെറ്റ്, റൈഡ് അതുപോലുള്ള പ്രസന്റ് ടെൻസസ് വന്നു എന്ന് കരുതരുത്. ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള ഗെറ്റും റൈഡും ഇൻഫിനിറ്റീവ്സ് ആണ്, വേർബ്സ് അല്ല. സിക്ക് ശേഷം നമുക്ക് ടു ഗെറ്റ് പറയാൻ സാധിക്കില്ല. ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് വേണം ഉപയോഗിക്കാൻ. അതല്ലെങ്കിൽ നമുക്ക് ING ഫോം ഉപയോഗിക്കാം. ഐ സോ ഹിം ഗെറ്റ് ഓൺ ഹിസ് ബൈക്ക് ആൻഡ് റൈഡ് അവേ. ഈ ഇൻഫിനിറ്റീവ് അതായത് ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് നമ്മളോട് ഉപയോഗിക്കുന്നത് നമ്മൾ ആ പ്രവൃത്തി പൂർണ്ണമായും കണ്ടു എന്ന് പറയുന്നതിന് വേണ്ടിയാണ്. ING ഫോമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മളത് പൂർണ്ണമായും കാണുന്നില്ല, അതിൻ്റെ ഇടയിൽ എവിടെയോ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ കാണുന്നു, അത്രയേ ഉള്ളൂ. ആ ഒരു ഡിഫറൻസ് ഈ 2 സ്ട്രക്ചറും ഉപയോഗിക്കുമ്പോൾ ഉണ്ട്. നമുക്ക് ഏത് മീനിങ് ആണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് സീ, ഹിയർ പോലുള്ള വേർബ്സിന് ശേഷം ING ഫോം ഉപയോഗിക്കാം, അല്ലെങ്കിൽ ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് ഉപയോഗിക്കാം. അവർ അടുത്ത റൂമിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. ഞാൻ കേട്ടു, ഐ ഹേർഡ്. അവരെന്താ ചെയ്യുന്നുണ്ടായിരുന്നത്? ദേ വർ ടോക്കിംഗ് ഇൻ ദ അതർ റൂം, അല്ലേ? അവർ മറ്റേ റൂമിൽ, അടുത്ത റൂമിൽ അല്ലെങ്കിൽ മറ്റേ റൂമിൽ എന്ന അർത്ഥത്തിൽ നമുക്ക് ഇൻ ദ അതർ റൂം എന്ന് പറയാം. അവർ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. ഇവിടെയും നമുക്ക് ING ഫോം ഉപയോഗിക്കാം, അല്ലെങ്കിൽ ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് ഉപയോഗിക്കാം. ഐ ഹേർഡ് ദം ടോക്ക് ഇൻ ദ അതർ റൂം, അല്ലെങ്കിൽ ഐ ഹേർഡ് ദം ടോക്കിംഗ് ഇൻ ദ അതർ റൂം. ടോക്കിംഗ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ ആ സംഭാഷണം മുഴുവനായിട്ട് കേൾക്കുന്നില്ല, നമ്മൾ ആ വഴിക്ക് പോകുമ്പോഴോ മറ്റോ നമ്മൾ യാദൃശ്ചികമായി കേൾക്കുന്നതാണ്. ടോക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ ആ സംഭാഷണം കേൾക്കുന്നുണ്ട്, പൂർണ്ണമായും കേൾക്കുന്നുണ്ട് എന്നാണ് അർത്ഥം. സീ, ഹിയർ പോലുള്ള വേർബ്സിന് ശേഷമാണ് നമ്മൾ ഈ സ്ട്രക്ചർ ഉപയോഗിക്കുന്നതെന്ന് ശ്രദ്ധിക്കണം.
ഈ സ്ട്രക്ചറിൽ ഇൻഫിനിറ്റീവ് ടു ഇല്ലാതെയാണ് ഉപയോഗിക്കുന്നത്. അതല്ലെങ്കിൽ നമുക്ക് ING ഫോം കൂടി ഉപയോഗിക്കാം. ആ വെർബിന് ശേഷം ഹിയർ, സീ, വാച്ച്, ലുക്ക് അതുപോലുള്ള വെർബിന് ശേഷം പ്രവൃത്തി ചെയ്യുന്ന ആളെ സൂചിപ്പിക്കുന്ന ഒരു നൗണോ പ്രൊനൗണോ ഉണ്ടായിരിക്കും. ഇവിടെ അത് ദം ആണ്, അവരാണ് സംസാരിക്കുന്നത്. പിന്നെ അതിനുശേഷമാണ് നമ്മൾ ING ഫോം അല്ലെങ്കിൽ ആ ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് ഉപയോഗിക്കുന്നത്. ഐ ഹേർഡ് ദം ടോക്ക് ഇൻ ദ അതർ റൂം. ഞാൻ നോക്കി നിൽക്കെ അവൾ കാറിൽ കയറി ഓടിച്ചുപോയി. ഞാൻ നോക്കി നിന്നു. ഐ വാച്ച്ഡ്. അവൾ കാറിൽ കയറി. കാറിൽ കയറി എന്ന് പറയുമ്പോൾ കാർ ഒരു പ്രൈവറ്റ് വെഹിക്കിൾ ആണ്. ബസ്സിൽ കയറുന്നതിനെ കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന വെർബ് ഗെറ്റ് ഓൺ ആണ്. ബസ്, ട്രെയിൻ അതെല്ലാം ഗെറ്റ് ഓൺ ആണ്. കാർ ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഗെറ്റ് ഇൻ ടു ആണ്. അവൾ കാറിൽ കയറി. ഷീ ഗോട്ട് ഇൻ ടു ഹെർ കാർ. അവൾ ഓടിച്ചുപോയി. ഷീ ഡ്രോവ് അവേ. കാർ ഓടിക്കുന്നതിന് ഡ്രൈവ് എന്ന് പറയും, ബൈക്ക് ഓടിക്കുന്നതിന് റൈഡ് എന്ന് പറയും. ഇനി കുതിരപ്പുറത്ത് കയറി യാത്ര ചെയ്യുന്നതിനും റൈഡ് എന്ന് തന്നെയാണ് പറയുന്നത്. ഞാൻ നോക്കി നിൽക്കെ അവൾ കാറിൽ കയറി ഓടിച്ചുപോയി. ഒരേ സമയം നടക്കുന്ന 2-3 കാര്യങ്ങളാണ്. അപ്പോൾ ഇതുപോലത്തെ കാര്യങ്ങളെ കമ്പൈൻ ചെയ്യാൻ നമുക്ക് ആസ് എന്ന കൺജങ്ഷൻ ഉപയോഗിക്കാം. ഞാൻ നോക്കി നിൽക്കെ ആസ് ഐ വാച്ച്ഡ്. അവൾ കാറിൽ കയറി ഓടിച്ചുപോയി. ഷീ ഗോട്ട് ഇൻ ടു ഹെർ കാർ ആൻഡ് ഡ്രോവ് അവേ. ആസ് ഐ വാച്ച്ഡ് ഷീ ഗോട്ട് ഇൻ ടു ഹെർ കാർ ആൻഡ് ഡ്രോവ് അവേ. ഒരേ സമയം നടക്കുന്ന 2 കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ 3 കാര്യങ്ങളെ കമ്പൈൻ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ആസ് ഉപയോഗിക്കാം. ഇത് തന്നെ നമുക്ക് അവൾ കാറിൽ കയറി ഓടിച്ചു പോകുന്നത് ഞാൻ കണ്ടു എന്നാണ് പറയേണ്ടതെങ്കിലോ, അല്ലെങ്കിൽ ഞാൻ നോക്കി നിന്നു എന്നാണ് പറയേണ്ടതെങ്കിലോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരത്തെ ഉപയോഗിച്ച സ്ട്രക്ചർ ഉപയോഗിക്കാം. ഐ വാച്ച്ഡ് ഹെർ ഗെറ്റ് ഇൻ ടു ഹെർ കാർ ആൻഡ് ഡ്രൈവ് അവേ. ഇവിടെ ആ ഗെറ്റിന് പകരം നമുക്ക് ഗെറ്റിംഗ് എന്ന ING ഫോം ഉപയോഗിക്കാം. ഡ്രൈവിന് പകരം ഡ്രൈവിംഗ് എന്ന ING ഫോമും ഉപയോഗിക്കാം. ഐ വാച്ച്ഡ് ഹെർ ഗെറ്റിംഗ് ഇൻ ടു ഹെർ കാർ ആൻഡ് ഡ്രൈവിംഗ് അവേ. രണ്ടും നമുക്ക് പറയാം. ഈ സ്ട്രക്ചർ നമ്മൾ യൂസ് ചെയ്യുന്നത് സീ, ഹിയർ, വാച്ച്, ലുക്ക് അതുപോലുള്ള വേർബ്സിന് ശേഷമാണ് എന്ന് ശ്രദ്ധിക്കണം. മറ്റ് വേർബ്സിന് ശേഷം നമുക്ക് ഇങ്ങനെ പലപ്പോഴും ഉപയോഗിക്കാൻ സാധിക്കില്ല. അവൻ ഡാൻസ് ചെയ്യുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഐ ഹാവ് നെവർ സീൻ അല്ലെങ്കിൽ ഐ ഹാവിൻ സീൻ. ഇതുവരെ കണ്ടിട്ടില്ല അല്ലെങ്കിൽ ഒരിക്കലും കണ്ടിട്ടില്ല എന്ന അർത്ഥം കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ നെവർ ഉപയോഗിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ നോട്ട് ഉപയോഗിക്കരുത്. നെവർ തന്നെയാണ് നോട്ട്. ഐ ഹാവ് നെവർ സീൻ. എന്താ കണ്ടിട്ടില്ലാത്തത്? അവൾ ഡാൻസ് ചെയ്യുന്നത്. ഐ ഹാവ് നെവർ സീൻ ഹെർ ഡാൻസ് എന്ന് പറയാം, അല്ലെങ്കിൽ ഡാൻസിങ് എന്ന് പറയാം. ഐ ഹാവ് നെവർ സീൻ ഹെർ ഡാൻസ് അല്ലെങ്കിൽ ഐ ഹാവ് നെവർ സീൻ ഹെർ ഡാൻസിങ്. നേരത്തെ എക്സാമ്പിൾസിൽ ഉപയോഗിച്ച അതേ സ്ട്രക്ചർ തന്നെയാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. ഹെർ എന്ന പ്രൊനൗണിന് ശേഷം നമുക്ക് ഡാൻസിങ് എന്ന ING ഫോം ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഡാൻസ് എന്ന ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് ഉപയോഗിക്കാം. ആരോ അവളുടെ ചുമലിൽ സ്പർശിച്ചതായി അവൾക്ക് പെട്ടെന്ന് തോന്നി. അവൾക്ക് തോന്നി. ഷീ ഫെൽറ്റ്. പെട്ടെന്ന് തോന്നി. സഡൻലി ഷീ ഫെൽറ്റ്. ആരോ അവളുടെ ചുമലിൽ സ്പർശിച്ചു. സഡൻലി ഷീ ഫെൽറ്റ്. പിന്നെ ആ പ്രവൃത്തി ചെയ്യുന്ന വ്യക്തിയെ സൂചിപ്പിക്കുന്ന നൗൺ അല്ലെങ്കിൽ പ്രൊനൗൺ. ഇവിടെ ആരാന്ന് വ്യക്തമായി പറയുന്നില്ല, അപ്പം നമുക്ക് സംബടി എന്ന് പറയാം. ഷീ ഫെൽറ്റ് സംബടി. പിന്നെ അതിനുശേഷം ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് അല്ലെങ്കിൽ ING ഫോം. ടച്ചിങ് അല്ലെങ്കിൽ ടച്ച്. ഹെർ ഓൺ ദ ഷോൾഡർ. സഡൻലി ഷീ ഫെൽറ്റ് സംവൺ ടച്ച് ഹെർ ഓൺ ദ ഷോൾഡർ. ചുമലിൽ ആരോ സ്പർശിച്ചതായി അവൾക്ക് തോന്നി. ഷീ ഫെൽറ്റ് സംവൺ ടച്ച് ഹെർ ഓൺ ദ ഷോൾഡർ. ഇതൊരു ഷോർട്ട് ആക്ടിവിറ്റിയാണ്. സ്പർശിക്കുക എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഇൻഫിനിറ്റീവ് ആണ് യൂസ് ചെയ്യുന്നത്, ING ഫോം അല്ല. ഷീ ഫെൽറ്റ് സംവൺ ടച്ച് ഹെർ ഓൺ ദ ഷോൾഡർ. ചുമലിൽ ആരോ സ്പർശിച്ചതായി അവൾക്ക് തോന്നി. ബസ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് നടക്കേണ്ടി വരും. ബസ് കിട്ടിയില്ല എന്ന് പറയുന്നത്, ബസ് അല്ലെങ്കിൽ ട്രെയിൻ നമുക്ക് കിട്ടിയില്ല എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന വെർബാണ് മിസ്. ബസ് കിട്ടിയില്ലെങ്കിൽ, ഇഫ് വി മിസ് ദ ബസ്, നമുക്ക് വീട്ടിലേക്ക് നടക്കേണ്ടി വരും. ഒരു കാര്യം ചെയ്യേണ്ടി വരും എന്ന് പറയാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന വെർബാണ് വിൽ ഹാവ് ടു. ഇഫ് വി മിസ് ദ ബസ് വി വിൽ ഹാവ് ടു വാക്ക് ഹോം. ടൈപ്പ് 1 കണ്ടീഷണലാണ് നമ്മളോട് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് റിയലും പോസിബിളും ആയ സിറ്റുവേഷൻസിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ടൈപ്പ് 1 കണ്ടീഷണൽ എപ്പോഴും പ്രസന്റിനെ കുറിച്ച് അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ കുറിച്ച് പറയാൻ ഉപയോഗിക്കുന്നതാണ്. ടൈപ്പ് 3 ആണ് പാസ്റ്റിലുള്ള ഇമാജിനറി സിറ്റുവേഷൻസിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. ടൈപ്പ് 1ഉം ടൈപ്പ് 2ഉം പ്രസന്റിനെ കുറിച്ചും ഫ്യൂച്ചറിനെ കുറിച്ചും പറയാനാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ ടൈപ്പ് 1 സാധ്യത കൂടുതലുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാൻ ഉപയോഗിക്കുമ്പോൾ ടൈപ്പ് 2 സാധ്യത കുറവുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അതാണ് ഇത് രണ്ടും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്. ഇഫ് വി മിസ് ദ ബസ് വി വിൽ ഹാവ് ടു വർക്ക് ഹോം. ടൈപ്പ് 1 കണ്ടീഷണലിൽ നമ്മൾ ഇഫ് ക്ലോസിൽ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കും. മെയിൻ ക്ലോസിൽ വിൽ പ്ലസ് V1 ആണ് ഉപയോഗിക്കുന്നത്. ഇവിടെ വന്നിട്ടുള്ള ഹാവ് V1 തന്നെയാണ്. നീ ആ മരുന്ന് കഴിച്ചിരുന്നുവെങ്കിൽ നിനക്ക് സുഖമാവുമായിരുന്നു.
മരുന്ന് കഴിച്ചില്ല, അതുകൊണ്ട് തന്നെ സുഖമായതുമില്ല. ഇതൊരു ഇമാജിനറി സിറ്റുവേഷൻ ആണ്, പാസ്റ്റിലുള്ള ഒരു ഇമാജിനറി സിറ്റുവേഷൻ ആണ്. ഇതിനെക്കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കുക ടൈപ്പ് 1 ടൈപ്പ് 2 അല്ല, അതിന് പകരം ടൈപ്പ് 3 കണ്ടീഷണലാണ്. ടൈപ്പ് 1 ടൈപ്പ് 2 പ്രസന്റിനെയും ഫ്യൂച്ചറിനെയും കുറിച്ച് പറയാനാണ് ഉപയോഗിക്കുന്നത്. നീ ആ മരുന്ന് കഴിച്ചിരുന്നുവെങ്കിൽ, ഇഫ് യു ഹാഡ് ടേക്കൺ ദാറ്റ് മെഡിസിൻ, നിനക്ക് സുഖമാവുമായിരുന്നു. യു വുഡ് ഹാവ് ഫെൽറ്റ് ബെറ്റർ. ഇഫ് യു ഹാഡ് ടേക്കൺ ദാറ്റ് മെഡിസിൻ യു വുഡ് ഹാവ് ഫെൽറ്റ് ബെറ്റർ. ടൈപ്പ് 3 കണ്ടീഷനിൽ നമ്മൾ ഈഫ് ക്ലോസിൽ ഉപയോഗിക്കുന്ന പാസ്റ്റ് പെർഫെക്റ്റും മെയിൻ ക്ലോസിൽ ഉപയോഗിക്കുന്ന വുഡ് ഹാവ് പ്ലസ് V3 ആണ്. ചിലപ്പോൾ നമ്മൾ വുഡിന് പകരം കുഡ് മൈറ്റ് അതെല്ലാം യൂസ് ചെയ്യാറുണ്ട് മീനിങ്ങിനനുസരിച്ച്. അവൾ എന്നോട് നല്ല ദേഷ്യത്തിലായിരുന്നു. അവൾ 2 ആഴ്ച എന്നോട് സംസാരിച്ചില്ല. നല്ല ദേഷ്യത്തിലായിരുന്നു, പാസ്റ്റിലുള്ള കാര്യമാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പാസ്റ്റ് ടെൻസ് ആണ്. അവൾ ദേഷ്യത്തിലാണ്. ഷീ ഈസ് ആംഗ്രി. ദേഷ്യത്തിലായിരുന്നു എന്ന് പറയുമ്പോൾ ഷീ വാസ് ആംഗ്രി. എന്നോടാണ് ദേഷ്യത്തിലുണ്ടായിരുന്നത്, അപ്പോൾ നമുക്ക് വിത്ത് മീ എന്ന് പറയാം. ഷി വാസ് വെരി ആംഗ്രി വിത്ത് മീ. നല്ല ദേഷ്യത്തിലായിരുന്നു എന്നതിന് റിയലി ആംഗ്രി എന്നോ വെരി ആംഗ്രി എന്നോ നമുക്ക് പറയാം. ഷി വാസ് റിയലി ആംഗ്രി വിത്ത് മീ. നല്ല ദേഷ്യത്തിലായിരുന്നു എന്നതിന് നമുക്ക് വെരി ആംഗ്രി എന്നോ റിയലി ആംഗ്രി എന്നോ പറയാം. ഷി വാസ് റിയലി ആംഗ്രി വിത്ത് മീ. ഇവിടെ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ വിത്ത് ആണ് എന്ന് ശ്രദ്ധിക്കണം. ആംഗ്രിക്ക് ശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് വിത്ത് ആണ്, ടു അല്ല. അവൾ 2 ആഴ്ച എന്നോട് സംസാരിച്ചില്ല. ഇതും പാസ്റ്റിലുള്ള കാര്യം തന്നെയാണ്. ഒരു കാര്യം സംഭവിച്ചു അല്ലെങ്കിൽ സംഭവിച്ചില്ല എന്ന് പറയാൻ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. സംസാരിച്ചില്ല നെഗറ്റീവായ ഒരു വെർബാണ് വേണ്ടത്. സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ നമ്മൾ ക്വസ്റ്റ്യനും നെഗറ്റീവും ഉണ്ടാക്കുന്നത് ഡിഡ് ഉപയോഗിച്ചാണ്. അപ്പോൾ അവൾ എന്നോട് 2 ആഴ്ച സംസാരിച്ചില്ല എന്ന് പറയുമ്പോൾ ഷീ ഡിഡിൻ ടോക്ക് ടു മീ ഫോർ 2 വീക്സ്. ഷീ ഡിഡിൻ ടോക്ക് ടു മീ ഫോർ 2 വീക്സ് അല്ലെങ്കിൽ ഷീ ഡിഡിൻ സ്പീക്ക് ടു മീ ഫോർ 2 വീക്സ്. സ്പീക്ക് ആയാലും ടോക്ക് ആയാലും അതിനുശേഷം ടു എന്ന പ്രിപ്പോസിഷൻ ഉണ്ട് എന്ന് ശ്രദ്ധിക്കണം. ആ പ്രിപ്പോസിഷൻ അവിടെ ഒമിറ്റ് ചെയ്യരുത്. റെയർലി ചിലർ വിത്ത് എന്ന പ്രിപ്പോസിഷനും ഉപയോഗിച്ച് കാണാറുണ്ട്. കോമൺലി യൂസ് ചെയ്യുന്ന പ്രിപ്പോസിഷൻ ഈ 2 വേർബിന് ശേഷവും ടു ആണ്. ഷീ ഡിഡിൻ ടോക്ക് ടു മീ ഫോർ 2 വീക്സ്. 2 ആഴ്ച എന്നതിന് ഫോർ 2 വീക്സ്. ഞാൻ സംസാരിക്കുന്നതിനിടയിൽ എന്നെ തടസ്സപ്പെടുത്തരുത്. ഒരു കാര്യം ചെയ്യരുത് എന്ന് പറയാൻ നമ്മൾ എപ്പോഴും ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത് ഇമ്പറേറ്റീവ് സെൻറ്റൻസസ് ആണ്. ഇത് ഡോണ്ട് ഉപയോഗിച്ചാണ് നമ്മൾ തുടങ്ങുന്നത്. എന്നെ തടസ്സപ്പെടുത്തരുത്, ഡോണ്ട് ഇൻറ്ററപ്റ്റ് മീ. എപ്പോൾ? ഞാൻ സംസാരിക്കുന്നതിനിടയിൽ. അപ്പോൾ ഒരു പ്രവൃത്തി ചെയ്യുന്നതിനിടയിൽ മറ്റൊരു പ്രവൃത്തി നടന്നു അല്ലെങ്കിൽ നടക്കാറുണ്ട് എന്നെല്ലാം പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന കൺജങ്ഷൻ വൈലാണ്. ഇടയിൽ എന്നാണ് അതിനർത്ഥം. ഡോണ്ട് ഇൻറ്ററപ്റ്റ് മീ വൈൽ ഐ ആം സ്പീക്കിംഗ് അല്ലെങ്കിൽ ഐ ആം ടോക്കിംഗ്. ഞാൻ സംസാരിക്കുന്നതിനിടയിൽ എന്നെ തടസ്സപ്പെടുത്തരുത്. ഡോണ്ട് ഇൻറ്ററപ്റ്റ് മീ വൈൽ ഐ ആം സ്പീക്കിംഗ്. ഇമ്പറേറ്റീവ് സെൻറ്റൻസസിൻ്റെ സബ്ജക്റ്റ് എപ്പോഴും യു ആയിരിക്കും, പക്ഷെ നമ്മളത് മെൻഷൻ ചെയ്യാറില്ല. യു ഡോണ്ട് ഇൻറ്ററപ്റ്റ് മീ എന്ന് പറയരുത്, ഡോണ്ട് ഇൻറ്ററപ്റ്റ് മീ. അതങ്ങനെ വേണം പറയാൻ. ഒരു കാര്യം ചെയ്യരുത് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലായ്പ്പോഴും ആ സെൻറ്റൻസ് ഡോണ്ട് ഉപയോഗിച്ച് തുടങ്ങാൻ സാധിക്കും. ഡോണ്ട് ഇൻറ്ററപ്റ്റ് മീ വൈൽ ഐ ആം സ്പീക്കിംഗ്. ഇൻ്റർവ്യൂവിനിടയിൽ എന്നോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. എന്നോടാണ് ചോദിച്ചത്, ഞാനല്ല ചോദിച്ചത്. ചോദിച്ചത് ആരാണ് എന്നിവിടെ വ്യക്തമായി പറയുന്നുമില്ല. ഇൻ്റർവ്യൂവിനിടയിലായത് കാരണം ഇൻ്റർവ്യൂവർ ആണ് ചോദിച്ചത് എന്ന് നമുക്ക് ഊഹിക്കാം. ഇതുപോലുള്ള ഒരു സെൻറ്റൻസ് ഇംഗ്ലീഷിലേക്ക് മാറ്റുന്ന സമയത്ത് നമുക്ക് ശരിയായ വോയിസ്, അതായത് ആക്റ്റീവ് വോയിസ് ആണോ പാസീവ് വോയിസ് ആണോ എന്ന് മനസ്സിലാക്കി അത് കറക്റ്റായി ഉപയോഗിക്കണം. ഇവിടെ സബ്ജക്റ്റ് ഞാനാണെങ്കിൽ ഐ ആണ് സബ്ജക്റ്റായി ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് വേണ്ടത് പാസീവ് വെർബാണ്. കാരണം ഞാനിവിടെ ആക്ഷൻ ഒന്നും ചെയ്യുന്നില്ല, എന്നോട് ചോദിക്കുകയാണ് ചെയ്യുന്നത്, ഞാനല്ല ചോദിക്കുന്നത്. ഇനി ഇൻ്റർവ്യൂവർ ആണ് സബ്ജക്റ്റ് എങ്കിൽ അതിവിടെ പറയുന്നില്ല. ഇനി ഇൻ്റർവ്യൂ ചെയ്യുന്ന ആള് ഇൻ്റർവ്യൂവർ ആണ് സബ്ജക്റ്റ് എങ്കിൽ അതിവിടെ പറയുന്നില്ല, പക്ഷെ നമുക്കത് ഊഹിക്കാവുന്നതാണ്. അവരാണ് സബ്ജക്റ്റ് എങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് ആക്റ്റീവ് വെർബാണ്. കാരണം അവരാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. നമുക്കിത് 2 രീതിയിൽ പറയാം. ഇൻ്റർവ്യൂവിനിടയിൽ എന്നോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. ഇൻ്റർവ്യൂവർ ചോദിച്ചു എന്ന രീതിയിൽ പറയുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. ദ ഇൻ്റർവ്യൂവർ ആസ്ക്ഡ് മീ സെവറൽ ക്വസ്റ്റ്യൻസ് ഡ്യൂറിങ് ദ ഇൻ്റർവ്യൂ. ഇവിടെ നമ്മൾ ഉപയോഗിച്ചത് ആക്റ്റീവ് വെർബാണ്. കാരണം ഇവിടെ സബ്ജക്റ്റ് ആണ് ആക്ഷൻ പെർഫോം ചെയ്യുന്നത്. ഇങ്ങനെ ഒരു സെൻറ്റൻസിനകത്ത് പറഞ്ഞിട്ടുള്ള പ്രവൃത്തി അത് സബ്ജക്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ആക്റ്റീവ് വെർബ് ഉപയോഗിക്കുന്നത്. ഇത് തന്നെ ഐ സബ്ജക്റ്റ് ആയാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ, അതായത് എന്നോട് ചോദിച്ചു എന്നാണ് പറയേണ്ടതെങ്കിൽ നമ്മൾ പറയുക ഐ വാസ് ആസ്ക്ഡ് എന്നാണ്. ദ ഇൻ്റർവ്യൂവർ ആസ്ക്ഡ് മീ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. അതിൻ്റെ പാസീവ് ഫോം ഐ വാസ് ആസ്ക്ഡ് ആണ്. ആക്റ്റീവ് വോയിസിലുള്ള ഒബ്ജക്റ്റ് ഏതോ അതാണ് പാസീവ് വോയിസിൻ്റെ സബ്ജക്റ്റായി മാറുന്നത്. സബ്ജക്റ്റ് ആക്ഷൻ ചെയ്യാതെ അതിനെന്തെങ്കിലും സംഭവിക്കുന്ന സാഹചര്യങ്ങളിലാണ് നമ്മൾ പാസീവ് വെർബ് ഉപയോഗിക്കുന്നത്. അതെപ്പോഴും ശ്രദ്ധിക്കണം. ഒരു സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റായി വന്നിട്ടുള്ള വ്യക്തി അല്ലെങ്കിൽ വസ്തുവാണ് അവിടെ ആക്ഷൻ ചെയ്യുന്നതെങ്കിൽ ആക്റ്റീവ് വെർബ് വേണം ഉപയോഗിക്കാൻ.
ആ വ്യക്തി അല്ലെങ്കിൽ വസ്തു ഒന്നും ചെയ്യുന്നില്ല, അതിനെന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് പാസീവ് വെർബാണ്. ഇവിടെ ഐ സബ്ജക്റ്റായി വരുമ്പോൾ നമുക്ക് ആക്റ്റീവ് വെർബ് ഉപയോഗിക്കാൻ പറ്റില്ല. ഐ ആസ്ക്ഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിച്ചു എന്നാണ്. എന്നോട് ചോദിച്ചു എന്ന് പറയാൻ നമ്മൾ ഐ വാസ് ആസ്ക്ഡ് എന്ന് തന്നെ വേണം പറയാൻ. ഐ വാസ് ആസ്ക്ഡ് സെവറൽ ക്വസ്റ്റ്യൻസ് ഡ്യൂറിങ് ദ ഇൻ്റർവ്യൂ. ഐ വാസ് ആസ്ക്ഡ് സെവറൽ ക്വസ്റ്റ്യൻസ് ഡ്യൂറിങ് ദ ഇൻ്റർവ്യൂ. എന്നെ അവരുടെ പാർട്ടിക്ക് ക്ഷണിച്ചിട്ടില്ല. ഞാൻ ക്ഷണിച്ചിട്ടില്ല എന്നല്ല പറയുന്നത്, എന്നെ ക്ഷണിച്ചിട്ടില്ല എന്നാണ്. ഞാനൊരു ആക്ഷനും ചെയ്യുന്നില്ല. അവരാണ് ക്ഷണിക്കേണ്ടിയിരുന്നത്, പക്ഷെ അവർ ക്ഷണിച്ചിട്ടില്ല. ഇവിടെ ഞാൻ ഐ സബ്ജക്റ്റായി വരുമ്പോൾ നമുക്ക് വേണ്ടത് പാസീവ് വെർബാണ്. കാരണം ഞാനൊന്നും ചെയ്യുന്നില്ല. ആരാണ് ക്ഷണിക്കാത്തത് എന്ന് പറയുന്നില്ല, പക്ഷെ അവരുടെ പാർട്ടി എന്ന് പറയുന്ന സ്ഥിതിക്ക് അവരാണ് ക്ഷണിക്കാത്തത്. അപ്പോൾ ദേ സബ്ജക്റ്റായാണ് വരുന്നതെങ്കിൽ നമുക്ക് വേണ്ടത് ആക്റ്റീവ് വെർബാണ്. നമുക്കിത് രണ്ട് രീതിയിൽ പറയാം. അവരെന്നെ ക്ഷണിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ ക്ഷണിക്കപ്പെട്ടിട്ടില്ല, എന്നെ ക്ഷണിച്ചിട്ടില്ല. സബ്ജക്റ്റ് ഐ ആയി വരുമ്പോൾ നമ്മൾ പാസീവ് വോയിസ് ഉപയോഗിക്കും. ഐ ഹാവിൻ ബീൻ ഇൻവൈറ്റഡ് ടു ദെയർ പാർട്ടി. ഐ ഹാവിൻ ബീൻ ഇൻവൈറ്റഡ് ടു ദെയർ പാർട്ടി. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലെ പാസീവ് ഫോം നമ്മൾ ഉണ്ടാക്കുന്നത് ഹാവ് ബീന് ശേഷം V3 ഉപയോഗിച്ചാണ്, അല്ലെങ്കിൽ ഹാസ് ബീന് ശേഷം V3 ഉപയോഗിച്ച്. ഇവിടെ ഹാവ് ഉപയോഗിക്കാൻ കാരണം സബ്ജക്റ്റ് ഐ ആയതുകൊണ്ടാണ്. ഇത് തന്നെ നമുക്ക് ആക്റ്റീവ് വോയിസിലും പറയാം. അവരെന്നെ ക്ഷണിച്ചിട്ടില്ല. അങ്ങനെ പറയുമ്പോൾ നമുക്ക് കിട്ടുക ദേ ഹാവിൻറ്റ് ഇൻവൈറ്റഡ് മീ ആണ്. ദേ ഹാവിൻ ഇൻവൈറ്റഡ് മീ ടു ദെയർ പാർട്ടി. അവരെ ക്ഷണിച്ചിട്ടില്ല. സബ്ജക്റ്റ് അവരാകുമ്പോൾ ആക്റ്റീവ് വെർബ്. എന്നെ ക്ഷണിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് ഐ ആണ്. അങ്ങനെ വരുമ്പോൾ പാസീവ് വെർബ്. ഐ ഹാവ് നോട്ട് ബീൻ ഇൻവൈറ്റഡ്. ദേ ഹാവ് നോട്ട് ഇൻവൈറ്റഡ് മീ. പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാകുന്ന കാര്യമാണിത്. സബ്ജക്റ്റ് ആക്ഷൻ പെർഫോം ചെയ്യുന്നുവെങ്കിൽ മാത്രം ആക്റ്റീവ് വോയിസ് ഉപയോഗിക്കുക. സബ്ജക്റ്റ് ഒന്നും ചെയ്യാതെ സബ്ജക്റ്റിന് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ പാസീവ് വെർബ് വേണം ഉപയോഗിക്കാൻ. കെട്ടിടത്തിന്റെ നിർമ്മാണം ഏതാനും മാസങ്ങൾക്കുള്ളിൽ പൂർത്തിയായി. കെട്ടിടം ഇവിടെ ആക്ഷൻ ഒന്നും ചെയ്യുന്നില്ല, മറിച്ച് അതിന്റെ നിർമ്മാണം പൂർത്തിയാക്കപ്പെടുകയാണ് ചെയ്യുന്നത്. മറ്റാരോ ആണ് ചെയ്യുന്നത്, വർക്കേഴ്സ് ആണ് ചെയ്യുന്നത്. അപ്പൊ നമുക്കിവിടെ വർക്കേഴ്സ് സബ്ജക്റ്റായി സെന്റൻസ് പറയാം. ആരാണ് പണി പൂർത്തിയാക്കിയത് എന്നീ സെന്റൻസിൽ പറയുന്നില്ല, പക്ഷെ നമുക്കത് ഊഹിക്കാവുന്നതാണ്. പണിക്കാരാണ് പണി പൂർത്തിയാക്കിയത്. അപ്പൊ നമുക്ക് വർക്കേഴ്സ് ഉപയോഗിച്ച് ഈ സെന്റൻസ് തുടങ്ങാം. അങ്ങനെ വരുമ്പോൾ ആക്റ്റീവ് വെർബ് വേണം ഉപയോഗിക്കാൻ. അതല്ല കെട്ടിടത്തിന്റെ നിർമ്മാണം എന്ന ഒരു എക്സ്പ്രഷൻ ഉപയോഗിച്ചാണ് പറയുന്നതെങ്കിൽ പാസീവ് വെർബ് വേണം ഉപയോഗിക്കാൻ. കാരണം കെട്ടിടം ഒന്നും തന്നെ ചെയ്യുന്നില്ല, കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ആക്റ്റീവ് വോയിസിൽ നമുക്കിത് ഇങ്ങനെ കിട്ടുക. ദ വർക്കേഴ്സ് കംപ്ലീറ്റഡ് ദ കൺസ്ട്രക്ഷൻ ഓഫ് ദ ബിൽഡിംഗ് വിത്തിൻ എ ഫ്യൂ മന്ത്സ്, അല്ലെങ്കിൽ ഇൻ എ ഫ്യൂ മന്ത്സ്. ദ വർക്കേഴ്സ് കംപ്ലീറ്റഡ് ദ കൺസ്ട്രക്ഷൻ ഓഫ് ദ ബിൽഡിംഗ് വിത്തിൻ എ ഫ്യൂ മന്ത്സ്. ഏതാനും മാസങ്ങൾക്കുള്ളിൽ ആ കെട്ടിടത്തിന്റെ നിർമ്മാണം പണിക്കാർ പൂർത്തിയാക്കി. ആക്റ്റീവ് വോയിസിൽ നമ്മൾ കംപ്ലീറ്റഡ് എന്ന സിമ്പിൾ പാസ്റ്റ് ടെൻസിലുള്ള വെർബ് ഉപയോഗിച്ചു. പൂർത്തിയാക്കി എന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. ഇത് തന്നെ നമുക്ക് പാസീവ് വോയിസിലും പറയാം. അങ്ങനെ വരുമ്പോൾ കെട്ടിടത്തിന്റെ നിർമ്മാണം ഏതാനും മാസങ്ങൾക്കുള്ളിൽ പൂർത്തിയായി എന്നാണ്. ദ കൺസ്ട്രക്ഷൻ ഓഫ് ദ ബിൽഡിംഗ് വാസ് കംപ്ലീറ്റഡ് വിത്തിൻ എ ഫ്യൂ മന്ത്സ്. ദ കൺസ്ട്രക്ഷൻ ഓഫ് ദ ബിൽഡിംഗ് വാസ് കംപ്ലീറ്റഡ് വിത്തിൻ എ ഫ്യൂ മന്ത്സ്. ഇവിടെ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞാൽ പോരാ, പണി പൂർത്തിയാക്കപ്പെടുകയാണ് ചെയ്യുന്നത്, കെട്ടിടം ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടത് ഒരു പാസീവ് വെർബാണ്. ദ കൺസ്ട്രക്ഷൻ ഓഫ് ദ ബിൽഡിംഗ് വാസ് കംപ്ലീറ്റഡ് വിത്തിൻ എ ഫ്യൂ മന്ത്സ്. സിമ്പിൾ പാസ്റ്റ് ടെൻസിലെ പാസീവ് വെർബാണ്. വാസ് അല്ലെങ്കിൽ വേറിന് ശേഷം V3 ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇവിടെ സബ്ജക്റ്റ് സിംഗുലർ ആയ ഒരു എക്സ്പ്രഷൻ ആണ്. ദ കൺസ്ട്രക്ഷൻ ആണ് സബ്ജക്റ്റ്, അതുകൊണ്ടാണ് നമ്മൾ വാസ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇന്നലെ രാത്രി വീട്ടിലേക്ക് പോകുമ്പോൾ എൻ്റെ കാറ് കേടുവന്നു. കാറ് കേടുവന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും ഞാൻ കാറിലാണ് പോയത്, ഞാൻ ഡ്രൈവ് ചെയ്യുകയായിരുന്നു. ഐ വാസ് ഡ്രൈവിംഗ്, അല്ലേ? അപ്പോൾ വീട്ടിലേക്ക് കാർ ഓടിച്ചു പോവുകയായിരുന്നു എന്ന് നമുക്ക് പറയുന്നത് ഇങ്ങനെയാണ്, ഐ വാസ് ഡ്രൈവിംഗ് ഹോം. ഇന്നലെ രാത്രി, ലാസ്റ്റ് നൈറ്റ്. എൻ്റെ കാറ് കേടുവന്നു. കാറ് കേടുവരുന്നതിന് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു മെഷീൻ കേടുവരുന്നതിനെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന വെർബ് ബ്രേക്ക് ഡൗൺ ആണ്. എൻ്റെ കാറ് കേടുവന്നു സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. മൈ കാർ ബ്രോക്ക് ഡൗൺ. ഞാൻ ഇന്നലെ രാത്രി വീട്ടിലേക്ക് പോവുകയായിരുന്നു, കാർ ഓടിച്ചു പോവുകയായിരുന്നു. ഐ വാസ് ഡ്രൈവിംഗ് ഹോം ലാസ്റ്റ് നൈറ്റ്. വീട്ടിലേക്ക് കാർ ഓടിച്ചു പോവുകയാണ് എന്ന് പറയാൻ ഉപയോഗിക്കുന്ന എക്സ്പ്രഷനാണ് ഡ്രൈവ് ഹോം. ഇനി നമുക്ക് ഈ രണ്ട് ക്ലോസുകളെ കമ്പൈൻ ചെയ്യണം. നമുക്ക് ആസ് എന്ന കൺജങ്ഷൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ വെൻ എന്ന കൺജങ്ഷൻ ഉപയോഗിക്കാം. ആസ് ഐ വാസ് ഡ്രൈവിംഗ് ഹോം ലാസ്റ്റ് നൈറ്റ് മൈ കാർ ബ്രോക്ക് ഡൗൺ. ആസ് ഐ വാസ് ഡ്രൈവിംഗ് ഹോം ലാസ്റ്റ് നൈറ്റ് മൈ കാർ ബ്രോക്ക് ഡൗൺ. ഒരേ സമയം നടക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. കാറ് വാഹനത്തിൽ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതിനിടെയാണ് കേടുവന്നത്. ഇങ്ങനെ ഒരേ സമയം നടക്കുന്ന രണ്ട് കാര്യങ്ങളെ കമ്പൈൻ ചെയ്യാൻ നമുക്ക് ആസ് ഉപയോഗിക്കാം. വേണമെങ്കിൽ വെന്നും ഉപയോഗിക്കാം. വെൻ ഐ വാസ് ഡ്രൈവിംഗ് ഹോം ലാസ്റ്റ് നൈറ്റ് മൈ കാർ ബ്രോക്ക് ഡൗൺ എന്നും പറയാം. ആസ് ആണ് ഇവിടെ കുറച്ചുകൂടി അപ്രോപ്രിയേറ്റ്.
ആസ് ഐ വാസ് ഡ്രൈവിംഗ് ഹോം ലാസ്റ്റ് നൈറ്റ് മൈ കാർ ബ്രോക്ക് ഡൗൺ. ഇവിടെ നമ്മൾ ആസ് ക്ലോസിൽ ഉപയോഗിച്ചത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. കാരണം അതൊരു ലോങ് ബാക്ക്ഗ്രൗണ്ട് ആക്ഷൻ ആണ്. കാർ ഓടിച്ചു പോവുക എന്നാണ് ഇവിടുത്തെ ലോങ്ങർ ആക്ടിവിറ്റി. അതിനിടയിൽ സംഭവിക്കുന്ന പ്രവൃത്തിയാണ് കാറ് കേടുവന്നു എന്നത്. അപ്പോൾ ആ കാറ് കേടുവന്നു എന്നതിനെ കുറിച്ച് പറയാൻ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിച്ചു. ആ ലോങ്ങർ ആക്ഷനെ കുറിച്ച് പറയുന്നതിന് വേണ്ടി നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിച്ചു. കഴിഞ്ഞു പോയ രണ്ട് കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ അതിൽ ലോങ്ങർ ആക്ടിവിറ്റിയെ കുറിച്ച് പറയാൻ പാസ്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുക. അതിനിടയിൽ നടക്കുന്ന ഷോർട്ട് ആക്ഷനെ കുറിച്ച് പറയാൻ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുക. അവൻ കൂടുതൽ ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ അവന് ഈ ആക്സിഡന്റ് സംഭവിക്കില്ലായിരുന്നു. അവന് ആക്സിഡന്റ് സംഭവിച്ചു. നമുക്കിത് രണ്ട് രീതിയിൽ പറയാം. ഹി ഹാഡ് എൻ ആക്സിഡന്റ് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. ഈ ഒരു കാര്യം പറയാൻ നമ്മൾ ഏറ്റവും കോമൺ ആയി ഉപയോഗിക്കുന്ന രീതി ഇതാണ്, ഹി ഹാഡ് എൻ ആക്സിഡന്റ്. അല്പം കൂടി ഫോർമൽ ആയ ഒരു സ്റ്റൈലിൽ നമുക്ക് ഹി മെറ്റ് വിത്ത് എൻ ആക്സിഡന്റ് എന്നും പറയാം. ഹി ഹാഡ് എൻ ആക്സിഡന്റ് എന്ന് പറഞ്ഞാലും ഹി മെറ്റ് വിത്ത് എൻ ആക്സിഡന്റ് എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥം തന്നെയാണ്. ആ മെറ്റ് വിത്ത് എന്ന എക്സ്പ്രഷൻ കുറച്ചുകൂടി ഫോർമൽ ആണെന്ന് മാത്രം. അവൻ കൂടുതൽ ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ അവന് ഈ ആക്സിഡന്റ് സംഭവിക്കില്ലായിരുന്നു. ഒരു ഇമാജിനറി സിറ്റുവേഷൻ ആണ്. അവൻ ശ്രദ്ധിച്ചില്ല, അവൻ ആക്സിഡന്റ് സംഭവിക്കുകയും ചെയ്തു. പാസ്റ്റിലുള്ള ഇമാജിനറി സിറ്റുവേഷൻ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ടൈപ്പ് 3 കണ്ടീഷണലാണ്. ടൈപ്പ് 3 കണ്ടീഷനിൽ നമുക്ക് ഈഫ് ക്ലോസിൽ വേണ്ടത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. മെയിൻ ക്ലോസിൽ വേണ്ടത് വുഡ് ഹാവ് പ്ലസ് V3 ആണ്. അവൻ ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ, അവൻ നല്ല ശ്രദ്ധയുള്ളവനായിരുന്നുവെങ്കിൽ. ശ്രദ്ധയുള്ളവനാണ് എന്നെങ്ങനെയാണ് പറയുന്നത്? സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഹി ഈസ് കെയർഫുൾ. ശ്രദ്ധയുള്ളവനായിരുന്നു അല്ലെങ്കിൽ ശ്രദ്ധാലുവായിരുന്നു. ഹി വാസ് കെയർഫുൾ. നമുക്കിനി വേണ്ടത് ഇതിന്റെ പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. ഈസിന്റെയും വാസിന്റെയും എല്ലാം പാസ്റ്റ് പെർഫെക്റ്റ് ആണ് ഹാഡ് ബീൻ. ഇതിന്റെ പ്രസന്റ് പെർഫെക്റ്റ് ആണ് ഹാസ് ബീനും ഹാവ് ബീനും. ഈസ് തനിച്ച് നിൽക്കുമ്പോൾ സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. വാസ് തനിച്ച് നിൽക്കുമ്പോൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. അപ്പൊ ഈ വേർബ്സിന്റെ പാസ്റ്റ് പെർഫെക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുക ഹാഡ് ബീൻ ആണ്. ഇഫ് ഹി ഹാഡ് ബീൻ മോർ കെയർഫുൾ, അവൻ കൂടുതൽ ശ്രദ്ധ കാണിച്ചിരുന്നുവെങ്കിൽ, കൂടുതൽ ശ്രദ്ധയോടെ ഇരുന്നിരുന്നുവെങ്കിൽ അവന് ഈ ആക്സിഡന്റ് സംഭവിക്കില്ലായിരുന്നു. ഹി വുഡിൻ ഹാവ് ഹാഡ് ദിസ് ആക്സിഡന്റ് അല്ലെങ്കിൽ ഹി വുഡിൻ ഹാവ് മെറ്റ് വിത്ത് ദിസ് ആക്സിഡന്റ്. ഇഫ് ഹി ഹാഡ് ബീൻ മോർ കെയർഫുൾ ഹി വുഡിൻ ഹാവ് ഹാഡ് ദിസ് ആക്സിഡന്റ്. അവന് ഈ ആക്സിഡന്റ് സംഭവിക്കില്ലായിരുന്നു. ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള ആ ഹാവ് ഹാഡിന്റെ പ്രസന്റ് പെർഫെക്റ്റ് ആണ്. നമ്മൾ ടൈപ്പ് 3 കണ്ടീഷനിൽ വുഡ് ഹാവ് പ്ലസ് V3 ആണ് ഉപയോഗിക്കുക. ഹി വുഡിൻ ഹാവ് ഹാഡ്. നമുക്ക് ഇത് തന്നെ ഹി വുഡിൻ ഹാവ് മെറ്റ് വിത്ത് ദിസ് ആക്സിഡന്റ് എന്നും പറയാം. ഇഫ് ഹി ഹാഡ് ബീൻ മോർ കെയർഫുൾ ഹി വുഡിൻ ഹാവ് മെറ്റ് വിത്ത് ദിസ് ആക്സിഡന്റ് അല്ലെങ്കിൽ ഹി വുഡിൻ ഹാവ് ഹാഡ് ദിസ് ആക്സിഡന്റ്. അവളോട് പറയണം. അവളല്ല പറയുന്നത്, നമ്മൾ അല്ലെങ്കിൽ മറ്റാരോ ആണ് പറയേണ്ടത്. ഇപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് ഷീ ആയി വരുന്ന സമയത്ത് നമുക്ക് പാസീവ് വെർബ് വേണം ഉപയോഗിക്കാൻ. കാരണം അവളൊന്നും പറയുന്നില്ല, ആരോ അവളോട് പറയുകയാണ് ചെയ്യുന്നത്. അവളോട് പറയണം. പറയണം എന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മോഡൽ വെർബ് ഷുഡ് ആണ്. ഷീ ഷുഡ് ബി ടോൾഡ്. അവളോട് പറയണം. നമ്മൾ അവളോട് പറയണം എന്നാണെങ്കിലോ അപ്പോൾ സബ്ജക്റ്റ് നമ്മളാണ്. നമ്മൾ സബ്ജക്റ്റായി വരുമ്പോൾ പിന്നെ വേണ്ടത് ആക്റ്റീവ് വെർബാണ്. വി ഷുഡ് ടെൽ ഹർ. നമ്മൾ അവളോട് പറയണം. ഷീ ഷുഡ് ബി ടോൾഡ്. അവളോട് പറയണം. വി ഷുഡ് ടെൽ ഹർ എന്നതിൻ്റെ പാസീവ് ഫോം ആണ് ഷീ ഷുഡ് ബി ടോൾഡ്. എല്ലാ മോഡൽ വെർബ്സിൻ്റെയും പാസീവ് ഫോം നമ്മൾ ബി പ്ലസ് V3 ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത്. ആ മോഡൽ വെർബിന് ശേഷം ബി പ്ലസ് V3 ഉപയോഗിച്ചാൽ നമുക്കതിൻ്റെ പാസീവ് ഫോം കിട്ടി. ഷുഡ് ടെല്ലിൻ്റെ പാസീവ് ഫോം ആണ് ഷുഡ് ബി ടോൾഡ്. വിൽ ടെല്ലിൻ്റെ പാസീവ് ഫോം ആണ് വിൽ ബി ടോൾഡ്. ഷീ ഷുഡ് ബി ടോൾഡ് അല്ലെങ്കിൽ വി ഷുഡ് ടെൽ ഹർ. ഷീ ഷുഡ് ബി ടോൾഡ് അല്ലെങ്കിൽ വി ഷുഡ് ടെൽ ഹർ. ആദ്യത്തെ സെന്റൻസ് പാസീവ് വോയിസിലാണ്, രണ്ടാമത്തെ സെന്റൻസ് ആക്റ്റീവ് വോയിസിലാണ്. നമ്മളിവിടെ വി എന്ന പ്രൊനൗൺ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മളുടെ സെന്റൻസിനകത്ത് ആരാണ് പറയേണ്ടത് എന്നൊന്നും പറയുന്നില്ല. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ, സബ്ജക്റ്റ് വ്യക്തമല്ലാതെ വരുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് ആക്റ്റീവ് വോയിസിൽ ഈ സെന്റൻസ് പറയണമെങ്കിൽ വി, ദേ അതുപോലുള്ള എന്തെങ്കിലും ഒരു പ്രൊനൗൺ നമ്മൾ സബ്ജക്റ്റായി ഉപയോഗിക്കേണ്ടി വരും. നമ്മുടെ വീഡിയോസ് കാണുന്ന ചിലർ ആവശ്യപ്പെട്ടതിനനുസരിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. ഇത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് താഴെ കമൻസിൽ പോസ്റ്റ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ആൻസേഴ്സ് നമ്മൾ പറയുന്നതായിരിക്കും. ഈ ലെസൺ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു എന്ന് കരുതുന്നു. ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ഓൺലൈൻ ഇംഗ്ലീഷ് കോഴ്സുകളിൽ താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.